9 മാസം മുമ്പ് സ്വന്തം പിതാവ് തന്നെ ജോലിക്കായി ബഹറിലേക്ക് കൊണ്ടുപോയ തിരുവനന്തപുരം കരമന സ്വദേശി വിഷ്ണു ഇന്ന് അമ്മയിൽ നിന്നും ഏറെ അകന്നിരിക്കുകയാണ്. 24 വർഷത്തോളം ഭർത്താവായി ഇരുന്നിട്ടും വിഷ്ണുവിന്റെ അച്ഛനിൽ നിന്നും യാതൊരു സഹായവും തന്നെ ലഭിക്കാത്ത വിഷമം പങ്കുവെക്കുകയാണ് ഇവിടെ ജയലക്ഷ്മി. ഈ ഭർത്താവ് 24 വർഷം കൊണ്ട് 24 വർഷമായിട്ട് വേറെല്ലാണ്. ഇല്ല, 2.5 വർഷത്തിന്റെ ഒരു മാസം ലീവിന് നാട്ടിൽ വന്നാ ഇവിടെ എൻ്റെ അടുത്ത് വരത്തില്ല. അയാളെ സഹോദരന്റെ ഭാര്യയുടെ വീട്ടിൽ പേട്ട എന്ന് പറഞ്ഞ് കൈതമുക്കിൽ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി 24 വർഷം കൊണ്ട് ഇതേ പതിവിന് തന്നെ കഴിയുന്നു സാറേ. കൂടെ കഴിയില്ല, അതൊരു ഇതുമില്ല. എത്ര വയസ്സായിപ്പോ? അവന് 19 ഈ ജൂണിൽ 19 കഴിയും. നിങ്ങളും ഭർത്താവും തമ്മിൽ നല്ല ചർച്ചയിലല്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് അല്ലേ? യാതൊരു ഫലവുമില്ല. അതിന്റെ പൈസ അയച്ചു തരുമോ? പൈസ വാടകയ്ക്കാണ് വീട് ഇരിക്കുന്നത്. യാതൊരു ഇതുമില്ല. വല്ലപ്പോഴും കൂടി എന്തെങ്കിലും അയച്ചു തരും. വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പൊ വീട്ടുകാരൊക്കെ ഇടപെട്ട് ഒന്ന് പരിഹരിക്കാൻ നോക്കിയില്ലേ? പലരും ശ്രമിച്ചൊക്കെ നോക്കി, എന്നിട്ട് യാതൊരു ഫലവും ഇല്ല. അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ബന്ധങ്ങൾ ഉണ്ടോ? അങ്ങനെ തന്നെ എല്ലാരും എന്റെ അടുത്ത് കേൾക്കുന്നത്. എന്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നാട്ടില് നമ്മൾ വിശ്വസിക്കുക. നാട്ടില് വരുത്തി ഇതെന്തൊരു തീരുമാനമെന്ന് എനിക്ക് അറിയിച്ചു തരണം. എന്താണ് അതിനുള്ള കാരണം? മദ്യപിക്കോ ആള്? മദ്യപിക്കും, ഇഷ്ടംപോലെ മദ്യപിച്ച് അടിയും ബഹളവും ഉണ്ടാക്കുന്ന ആളാണ്. അതാണ് വരാത്തത്. അങ്ങനെ ഇരുന്നാണ് ഈ കൊച്ചിന് ഗൾഫിൽ 10ാം ക്ലാസ് ജയിച്ച കൊച്ചിനെ മാർക്ക് കുറവ്, +1 വേറെ ചേർക്കണം, ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ടെന്ന് കേട്ടപ്പം തന്നില്ലായിരുന്നു. തരാതെ അങ്ങനെ വെറുതെ 2 വർഷം വെറുതെ പിടിച്ച് നിർത്തിയിരുന്നു. അങ്ങനെ 2015 ഈ ഭർത്താവ് വന്ന് ഈ കൊച്ചിനെ ഗൾഫിൽ അങ്ങനെ ഇങ്ങനെ പല വാഗ്ദാനം കൊടുത്ത് വിളിച്ചോണ്ട് ഞാൻ നെഞ്ചിലിടിച്ച് കരഞ്ഞ്, വേണ്ട, ഗൾഫിൽ ഇത്ര കാലമായിട്ടും പോയിട്ട് നമുക്ക് ഒരു കിടപ്പാടം കൂടെ ഇല്ല, മോൻ പോണ്ടാവേ. കൊച്ചിനടുത്ത് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഇപ്പൊ 9 മാസം കൊണ്ട് എന്റെ കൊച്ചിനെ ഒരേ ഒരു മോൻ തന്നെ ഉണ്ട് സാറ്. യാതൊരു വിധവും ഇല്ല. മോൻ വിളിക്കുന്നുമില്ല സാറ്. വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. വിഷ്ണു മകനെ വേണം. മകനെ എനിക്ക് വേണം സാറ്. ഈ ഭർത്താവിന് ഈ നാട്ടിലെടുത്ത് എന്റെ ജീവിതത്തിന് എന്ത് തീരുമാനമെന്ന് പറയണു സാറേ. എനിക്കല്ലാതെ, നിങ്ങളല്ലാതെ എനിക്ക് സഹായിക്കാൻ ആരുമില്ല സാറേ ഈ ലോകത്ത്. ഭയങ്കര കഷ്ടം സാറേ, ആരും ഇല്ല എനിക്കൊരു ആശ്രയത്തിന്. ജോലി കൊടുക്കുന്ന വണ്ടി മെക്കാനിക്ക്. അങ്ങനെ ഈ ഭർത്താവിന് ജോലി കൊടുക്കുന്ന ബദർ എന്ന് പറഞ്ഞ ആ അണ്ണനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അണ്ണാ 2004 ചെന്ന് കാല് പിടിച്ച് പറഞ്ഞ്, അണ്ണാ നിങ്ങൾ ഈ നാട്ടിലിങ്ങ് പറഞ്ഞു വിടണം, ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ഗൾഫിൽ ഇത്ര കാലം നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫലവും ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെ പോണതെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അവർ വഴി അവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്, അവർ സംഘത്തോടെ ചേർന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സാറ്. ഇപ്പൊ എന്റെ കുട്ടിയെയും കൊണ്ട് കഷ്ടപ്പെടുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ മരിച്ചു കിടന്നാൽ പോലും എനിക്ക് ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ല സാറ്. കാശ് ഒന്നിനും ഒരു പണത്തിനും ഇല്ല, ഇറക്കിടക്കാൻ വീടില്ല, വാടക കൊടുക്കാതെ മുടങ്ങി കിടക്കുന്നു സാറ്. അപ്പം വീട്ടിൽ ഞാൻ പറഞ്ഞു, വാടക കൊടുക്കാൻ പൈസ ഒന്നുമില്ല എന്നാണ്. നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇരി, സാധനങ്ങളൊക്കെ പറയ്ക്കുക, അവിടെ മുറ്റത്ത് ചെന്ന് ഇരിയെന്ന് ഈ ഭർത്താവ് പറയുന്നു. ജയകുമാർ, പ്രേക്ഷകർക്ക് ഇതിലും കൂടുതൽ ഇനിയൊന്നും ഞാൻ പറയേണ്ടതില്ല. അവരുടെ കരച്ചിലിൽ തന്നെ അവരുടെ നിസ്സഹായതയും അവരുടെ ദുഃഖവും അവരനുഭവിച്ച കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെന്നായിരുന്നു. ബഹ്റൈനിൽ നിന്ന് അപൂർവമായിട്ടാണ് കഥകൾ വരാറുള്ളത്. അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ദുരിതങ്ങളുടെ കെട്ടാണ് അവരഴിച്ചു വിട്ടത്. ഒടുവിൽ അവർക്ക് ഏക പ്രതീക്ഷ ഉണ്ടായിരുന്ന മകനും കൈവിട്ടു പോകുമോ എന്നാണ് അവരിപ്പോൾ ഭയപ്പെടുന്നത്. എങ്ങനെയാണ് സമാധാനിപ്പിക്കാന്ന് എനിക്ക് ഇഷ്ടമില്ല. ജയകുമാർ, എന്താണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? നിങ്ങൾ മദ്യത്തിന് അടിമയായോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. ലീവിന് വരുമ്പോൾ പോലും നിങ്ങളുടെ ഭാര്യയെ കാണാനോ ആശ്വസിപ്പിക്കാനോ അവരുമായി
ജീവിക്കാനോ നിങ്ങൾ സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് സത്യം. ഒടുവിൽ അവർക്ക് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മകനെ കൂടി ഒരുപാട് പ്രലോഭനങ്ങൾ നൽകി നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു. ഇപ്പം അവർ ചോദിക്കുന്ന അവരെ മകനെ തിരിച്ചു ചോദിക്കുക. ആ കുട്ടി വിളിക്കുന്നു പോലുമില്ല അമ്മേ. ഇനി നിങ്ങളുടെ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും പരാതികളുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവർ പറഞ്ഞു കേട്ട ഇതനുസരിച്ചിട്ട് ഇത് പരിഹരിക്കപ്പെട്ടു പോകണം ജയകുമാർ. ഇനി എവിടേക്കാ അകന്ന് കഴിയാനുള്ളത്? മകന് 19 വയസ്സായി, ഇവരൊറ്റയ്ക്ക് താമസിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഇവരെ ഒരു പാസ്പോർട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ മകനെ അങ്ങോട്ട് തിരിച്ചയക്കുക, നിങ്ങളും വരിക, കുടുംബജീവിതം നയിക്കുക. ഇതല്ലേ അഭികാമ്യം? എത്ര കാലം ഇനിയൊക്കെ നമ്മൾ ജീവിക്കുക? ചെറിയ കാലമല്ലേ ഉള്ളൂ. ആ കാലം ഇനി കളയണോ? അല്ല, നിങ്ങൾക്കൊരു കാരണവശാലും അവരായിട്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അത് തുറന്ന് പറയണം. സർക്കാർ വഴി നോക്കാം. മനസ്സിലായില്ലേ? കയറും വിടില്ല കാളയും വിടില്ല എന്നുള്ളത് ഒരു ലൈനല്ല ജീവിതത്തിൽ. പ്രവാസലോകം പ്രവർത്തകർ ജയകുമാറിൻ്റെ കാര്യത്തിൽ ഇടപെടണം. വിഷ്ണു അമ്മ കരച്ചിൽ കണ്ടില്ലേ? വിഷ്ണു ഒന്ന് വിളിച്ചൂടെ? വിഷ്ണു എത്രയധികം കാശ് വരുമോ? നെറ്റ് വഴിയോ ഏതെങ്കിലും വിളിച്ച് അമ്മയെ ആശ്വസിപ്പിച്ച് അമ്മ തിരിച്ചു വരണമെന്നാണ് വിഷ്ണുവിനോട് പറയുന്നത്. ഇവിടെ പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന ഒരു അവസരമുള്ള കേരളമാണിത്. അത്ര മോശപ്പെട്ട കേരളമല്ല. അപ്പോൾ വിഷ്ണു ആലോചിക്കണം, അടിയന്തരമായിട്ട് അമ്മയെ വിളിക്കണം, ആശ്വസിപ്പിക്കണം. പ്രവാസലോകം പ്രവർത്തകർ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമം ജയകുമാറിനെ ഉപദേശിച്ച് വിളിച്ച് ചെയ്യണം. എനിക്ക് ഇവരറിയുന്ന 2 കൂട്ടരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിടപെട്ട് ഈ പ്രശ്നം തീർക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുക? നമ്മളെ സുഹൃത്തുക്കൾ, നമ്മളെ സ്നേഹപ്പെട്ടവർ ഒക്കെ കുടുംബം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടുന്നു. നമ്മൾ അതിൽ 2 കൂട്ടരും പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. അവർക്ക് 2 കാര്യങ്ങൾക്ക് ബോധ്യപ്പെടില്ല ആദ്യത്തിൽ. പിന്നെ മെല്ലെ മെല്ലെ പറഞ്ഞ് നമ്മളവരെ ബോധ്യപ്പെടുത്തി അവരെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ നമ്മളെ കടമ. അപ്പോൾ ജയകുമാറിൻ്റെയും ഈ കുട്ടിയുടെയും സുഹൃത്തുക്കൾ, അതുപോലെ വിഷ്ണു ഈ കാര്യത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റും. 19 വയസ്സായ ഒരാൾ അച്ഛനെ അമ്മനെയും യോജിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് കുടുംബജീവിതം മാറ്റണമെന്ന അഭ്യർത്ഥനയാണ് പ്രവാസലോകം പ്രവർത്തകരോടും ഈ കുടുംബത്തിലെ ബന്ധുക്കളോടും ജയകുമാറിനോടും മകനോടും എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഈ സഹോദരിയും അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രവാസലോകം ഈ കണ്ണീര് കാണുന്നു. ആ കണ്ണീരിന് പരിഹാരമുണ്ടാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഞാനിവിടെ സമാധാനത്തോടു കൂടെ തിരിച്ചയക്കും. നടക്കും കേട്ടാ. ഓക്കെ.